My precious friends, I'm so happy to see you all through this program. വിലയേറപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. Today is a great day. ഈ ദിനം വിലയേറപ്പെട്ട ദിനമാണ്. In the Jesus Calls ministry, God has given a EPG, that is Esther Prayer Group Ministry. യേശു വിളിക്കുന്നു മിനിസ്ട്രിയിൽ EPG എന്ന മിനിസ്ട്രിയുണ്ട്, എസ്തർ പ്രയർ ഗ്രൂപ്പ് എന്ന മിനിസ്ട്രി. In that, 4 types of ministry God has given to us. അതിൽ വിവിധ തരത്തിലുള്ള ശുശ്രൂഷകൾ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. One among is YEPG. അതിലൊന്നാണ് YEPG. So this young girls Esther Prayer Group, we are entering into the 21st year. ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഈ ഗ്രൂപ്പിന്റെ 21ാം വർഷത്തിലേക്ക് നാം കടക്കുകയാണ്. What a great blessing it is. അത് എത്ര വലിയ അനുഗ്രഹമാണ്. In the same way, Jesus Calls ministry has so many divisions and blessings by the grace of God. അതുപോലെ തന്നെ ജീസസ് കോൾ മിനിസ്ട്രി ദൈവകൃപ കൊണ്ട് വിവിധ തരത്തിലുള്ള മിനിസ്ട്രികൾ നമുക്ക് ഉണ്ട്. There is one ministry called Family Blessing Plan. അതിലൊന്നാണ് ഫാമിലി ബ്ലെസ്സിംഗ് പ്ലാൻ. We have finished 16th year and we are entering into the 17th year. ഞങ്ങൾ 16ാം വർഷം പൂർത്തിയാക്കി 17ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Let us thank God for all his blessings all these years. ഈ വർഷങ്ങൾ മുഴുവനും ദൈവം ചെയ്ത സകല നന്മയ്ക്കായും ദൈവത്തോട് നന്ദി പറയാം. And now my friends, I welcome all of you to this program today. പ്രിയ സുഹൃത്തുക്കളെ, ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. Let us read Job chapter 5 verse 9. ഇയ്യോബ് 5ാം അധ്യായത്തിന്റെ 9ാം വാക്യം നമുക്ക് വായിക്കാം. It says, God does great things and unsearchable marvelous things without number. അവൻ ആരാഞ്ഞു കൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. Yes, my friends, the name of the Lord is wonderful. അതെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കർത്താവിന്റെ പേര് അതിശയം എന്നാണ്. He does great things and marvelous things. അവിടുന്ന് അതിശയവും ഭയങ്കരവുമായ കാര്യങ്ങൾ ചെയ്യുന്നു. Isaiah chapter 9 verse 6, there is mentioned so many names for the Lord. യെശയ്യാവ് 9ാം അധ്യായത്തിന്റെ 6ാം വാക്യത്തിൽ കർത്താവിനെ കുറിച്ച് പല പേരുകൾ പറയുന്നുണ്ട്. One among them is wonderful. അതിൽ ഒന്നാണ് അത്ഭുത മന്ത്രി. His name is wonderful. അവന്റെ നാമം അതിശയനാമം. The name of the Lord is wonderful. കർത്താവിന്റെ നാമം അതിശയനാമം. There was a man called Manoah, മനോഹ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. and he and his wife had no children. അവനും അവന്റെ ഭാര്യയ്ക്കും മക്കളില്ലായിരുന്നു. But God spoke to them one day and gave them a son. ഒരിക്കൽ അവർക്ക് ഒരു പുത്രനെ കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞു. His name was Samson. അവന്റെ പേര് ഷിംശോൻ എന്നായിരുന്നു. He was used mightily in a marvelous way by the Lord. ദൈവത്താൽ വളരെ ശക്തമായി അവൻ ഉപയോഗിക്കപ്പെട്ടു. They were അവർ Israelites. ഇസ്രായേലിയരായിരുന്നു. The enemy, Philistines, were giving them so many problems. ശത്രുക്കളായ ഫിലിസ്തീയർ അവരോട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. The Lord gave grace, special grace to Samson, and he was able to kill them. ദൈവം ഷിംശോനെ എഴുന്നേൽപ്പിച്ച് അവരെ കൊന്നുകളയുവാൻ തക്കവണ്ണം ബലപ്പെടുത്തി. He was able to destroy them അവരെ നിർമൂലമാക്കി and did marvelous things for the sake of God. ദൈവത്തിനു വേണ്ടി ശ്രേഷ്ഠ കാര്യങ്ങളെ ചെയ്തെടുത്തു. In the same way, God will do the same thing to you also. നിങ്ങൾക്ക് വേണ്ടിയും അതേപോലെ തന്നെ ദൈവം ചെയ്തെടുക്കും. Jeremiah 32:17 says, യെരമ്യാവ് 32:17 പറയുന്നു, nothing is too hard for the Lord. കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല. So my friends, expect great things from the Lord. സുഹൃത്തുക്കളെ, മഹത്തായ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Father, പിതാവേ, your children are waiting to receive miracles from you, O Father. അവിടുത്തെങ്കിൽ നിന്നും അത്ഭുതങ്ങളെ പ്രാപിക്കുവാൻ അവിടുത്തെ മക്കൾ കാത്തിരിക്കുകയാണ്. Bless each one of them. അവരോരോരുത്തരെയും അനുഗ്രഹിക്കണം. Let them realize that you are a wonderful God. അവിടുന്ന് അതിശയകരമായ ദൈവമെന്ന് അവർ അറിയട്ടെ. Bless them, Father. പിതാവേ, അവരെ അനുഗ്രഹിക്കണമേ. Let them receive all God's abundant blessing. ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ അവർ പ്രാപിക്കട്ടെ. Because you are a miracle working Father. കാരണം അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന പിതാവാണല്ലോ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.